ഞാൻ ഇപ്പം വരുന്നത് കോട്ടയത്തു നിന്നാണ്. കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ. ഒരു മാസത്തിനുള്ള എൻ്റെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പറഞ്ഞു നീ ഒരു ദിവസം ലീവ് എടുത്തു, അതുകൊണ്ട് നീ ടെർമിനേറ്റ് ആണെന്ന് എന്നോട് പറഞ്ഞത്. നേരിട്ട് പറയാതെ ടെർമിനേറ്റ് ആണ് ഒറ്റ ദിവസത്തെ കാര്യത്തിന്. അപ്പോൾ ഇവർ തന്നെ നമുക്കൊരു സ്കാനർ വരുന്നുണ്ട്. ഈ ലീവ് ഒരെണ്ണം വന്നാൽ അന്നത്തെ സാലറി പോകുന്നു മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. ആ സ്കാനറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക, ലീവിൻ്റെ കാരണം പറയുക, അല്ലാതെ ഇവരൊന്നും അന്ന് പറഞ്ഞിട്ടില്ല. അതായത് അന്നൊരു 40 അടുത്ത് പോയി ടെർമിനേറ്റ് ഒരു കാണുമില്ല. ചിലവർക്ക് ലീവ് പോലും കാണാമല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് 200 പേർ അടുത്താണ് ഒരു ദിവസം കൊണ്ട്. ഇന്നലെ നൈറ്റ് പറഞ്ഞു നിങ്ങളെല്ലാം ടെർമിനേറ്റ് ആണ്, ലിസ്റ്റ് മാത്രം ഇട്ടിട്ടുണ്ട്. കാരണം ചോദിച്ചു ഇവർ പറയാം ഞങ്ങൾക്ക് ഒരു മറുപടിയും പറയാനില്ലെന്നാണ് പറഞ്ഞത്. വെണ്ടർ സൈഡിൽ നിന്ന് പറഞ്ഞ് ഒരു മറുപടി ഞങ്ങൾക്ക് പറയാനില്ല, അവർ ഞങ്ങൾക്ക് ലിസ്റ്റ് വന്നു, നിങ്ങൾ അതുകൊണ്ട് ടെർമിനേറ്റ് ആണ്, ഇനി അതിൽ ഒരു വർത്താനമില്ല, 7-ാം തീയതി സാലറി കയറുമെന്ന് പറഞ്ഞു. അല്ലാതെ ഇവരൊന്നും പറയുന്നില്ല. ഈ 7-ാം തീയതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉറപ്പില്ലല്ലോ. 7-ാം തീയതി ഇവർ വാക്കാ പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് മുമ്പും ടെർമിനേറ്റ് ആവുന്ന മുമ്പ് കഴിഞ്ഞ മാസത്തെ സാലറി കിട്ടാത്ത കുറേ പേരുണ്ട്. ഇതുവരെ അവർക്ക് അതിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ടെർമിനേറ്റും കൂടെ ആയി കഴിഞ്ഞിട്ട് ഇമാർ പൈസ തരുമെന്ന് ഒരു ഉറപ്പ് നമുക്ക് കിട്ടുന്നില്ല. അതുമല്ല അവരിൽ മെയിനായിട്ട് പറയുന്ന HR ആണ്. HR-ക്ക് ഇവിടെ ഒരു വോയിസ് ഇല്ല. ഇവർ ഒരു HR പറയുന്നതല്ല മറ്റൊരു HR പറയുന്നത്. ഇവർക്ക് അതിൽ ഒരു ഉറപ്പ് നമുക്ക് ഇതുവരെ തരാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് വോയിസ് അതിനായിട്ട് ഡീറ്റെയിൽസ് മൊത്തം എഴുതി തരണം, ഈ എമൗണ്ടും കാര്യങ്ങളും എല്ലാം. അല്ലാതെ ഇപ്പോൾ ഇവർ തിരിച്ച് കയറ്റുമെന്ന് പറഞ്ഞു. തിരിച്ച് കയറ്റിയിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇവർ പിന്നെയും ടെർമിനേറ്റ് ആക്കില്ലെന്ന് ഒരു ഉറപ്പ് നമുക്ക് പറയാനില്ല. ഇവർക്ക് ഇതെല്ലാം ഒരു വാക്കാ പറയുന്നത് മാത്രമാണ് കാര്യങ്ങൾ. അല്ലാതെ ഇവരായിട്ടൊരു സൈൻ ചെയ്തൊരു പേപ്പറോ ഒന്നുമില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ കയറി വർക്ക് ചെയ്യുന്നു പോകുന്നു. ഈ ഒരു ആപ്പുണ്ട്, ആപ്പിനാണ് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ അറ്റൻഡൻസ് വരുന്നത്. അറ്റൻഡൻസ് ഇരുന്ന് ഇപ്പം ആപ്പ് വർക്കാവുന്നില്ല. നമ്മുടെ ലോഗൗട്ട് ചെയ്തിട്ട് ആപ്പേ വർക്കാവുന്നില്ല. ആപ്പ് വർക്കാത്ത സ്ഥിതി നമ്മളവിടെ പണിയായിട്ട് അവിടെ തെളിവില്ല. ഈ ഒരു ബുക്കിൽ എഴുതിക്കോളാൻ പറയും. ഈ ബുക്ക് എഴുതിയിട്ട് ഇവർ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചോ നമുക്ക് ആ സാലറി കട്ടയായി. അപ്പോൾ അപ്ലോഡ് ചെയ്യാതെ പിന്നെ നമ്മൾക്ക് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു മാസം നിന്നിട്ട് പോയി. അല്ലെ ഇപ്പോൾ അവർ പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല, തെളിവായിട്ട് നമുക്ക് കാണിക്കാൻ ഒന്നുമില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ കയറിക്കോളം എല്ലാവരും പറഞ്ഞ് കയറിക്കോന്ന്. ഇപ്പോൾ അവർ കയറിയത് എഴുതിയിട്ട് പോലും കാണില്ല. പണി എടുത്തിട്ട് അവർ വീട്ടിൽ പോവുള്ളൂ, തെളിവില്ല. ഇപ്പോൾ ഇന്നത്തെ സാലറി കിട്ടില്ല, നാളത്തെ സാലറി കിട്ടില്ല, ഇങ്ങനെ നീണ്ട് അങ്ങ് പോകും. പിന്നെ നമ്മളിവിടെ നിന്ന് ഇവരുടെ വാക്കും കിട്ടുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ആ എമൗണ്ട് കിട്ടുന്നതാണ് മെയിൻ കാര്യം. ഈ മാസത്തെ സാലറി എമൗണ്ട് മൊത്തം കിട്ടണം, അതിൽ മൊത്തം സാലറിയും കിട്ടണം. കിട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിക്കോളാം നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ വീട് കൊടുത്തു, റെൻറ്റിനാണ് റൂം എടുത്തായിരുന്നു. ഒരു മാസം ആവുന്നുള്ളൂ. ഒരു മാസത്തെ നമ്മൾ 3500 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് കയറിയേക്കുന്നത്. ആ 3500 രൂപ വെറുതെ പോവാണ് ഞങ്ങളുടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ടെർമിനേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇവരോട് ചോദിക്കുമ്പോൾ ആ പൈസ ഇല്ല. ഞങ്ങൾ പറഞ്ഞു റെൻറ്റ് എടുത്തിട്ട് ബാക്കി തരാമെന്ന് പറഞ്ഞപ്പം വെണ്ടറിന് അതും പറ്റില്ല. റെൻറ്റ് എടുത്തിട്ട് ബാക്കി പൈസ പോലും ഇവർ തരില്ല. പിന്നെ നമ്മളിത് ഇപ്പം പൊട്ടനായി പോയി. സത്യം പറയാമല്ലോ, ഒരു മാസത്തെ സമയത്ത് നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഒരു ലാഭം 1 രൂപ പോലും നമുക്ക് ആവില്ല. അപ്പോൾ പിന്നെ പിന്നെ ഇവരുടെ വാക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ആ സാലറി എമൗണ്ട് കിട്ടുക, ഈ റെൻറ്റ് കൊടുത്തതിൻ്റെ റെൻറ്റ് എടുത്തിട്ട് ബാക്കി അഡ്വാൻസിൻ്റെ പകുതി പൈസയും തിരിച്ചു തരിക. അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. ഇന്നലെ മാത്രമായിട്ട് ഒരു 200 അടുത്തുണ്ട്, 200 പേരെടുത്തു. അവിടെ ഒരു വെണ്ടർ സൈഡിന് 25 പേര്, 35 പേര്, 50 പേര് അങ്ങനെയാണ് വിട്ടേക്കുന്നത്. ഇവർ ലിസ്റ്റ് ഇങ്ങനെ റാൻഡായിട്ട് ലിസ്റ്റ് എടുത്തേക്കാണ്. ആ ലിസ്റ്റ് ഇടുന്നു, കാരണം പറയുന്നില്ല, പൊക്കോളാൻ പറയുക, ടെർമിനേറ്റ്. ഇവർ ഞങ്ങളോട് ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ഇന്നലെയാണ് പറയുന്നത് ഇന്ന് ടെർമിനേറ്റ് ആണ്. ടെർമിനേറ്റ് അല്ല, ലേ ഔട്ട് എന്ന് ഇവർ പറഞ്ഞത്. ഈ ലേ ഔട്ട് കഴിഞ്ഞിട്ട് 2 മാസം കഴിയുമ്പോഴത്തേനും അടുത്ത പീക്ക് ടൈമാണ് ഡിസംബറിൽ പീക്ക് ടൈം ആകുമ്പോഴത്തേനും ഇവർ പിന്നെയും വിളിച്ച് കയറ്റും. അതിൻ്റെ പീക്ക് ടൈം കഴിയുമ്പോൾ ഇറങ്ങി പൊക്കോളാൻ പറയും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ പറയണം ടെമ്പററി ആണ്, അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വേണേൽ പിരിച്ചു വിടുമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. പറയുകയാണെങ്കിൽ നമുക്ക് വിഷയമില്ല, നമ്മൾ ഇറങ്ങി പൊക്കോളാം. ഇത് റെഗുലർ സ്റ്റാഫാന്ന് പറഞ്ഞാൽ 3 വർഷത്തെ എഗ്രിമെൻറ്റ് നമുക്കുണ്ട്. അത് വെണ്ടർ സൈഡ് നമുക്ക് ഓഫർ ലെറ്റർ തന്നേക്കുന്നത്. ആ ഓഫർ ലെറ്റർ തന്ന 3 വർഷത്തെയാണ് പറഞ്ഞേക്കുന്നത്. ആ 3 വർഷ കാലാവധി ഇപ്പോൾ 1 മാസം പോലും എനിക്ക് ആയിട്ടില്ല. എന്നിട്ട് ഇവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് റെഗുലർ സ്റ്റാഫ് എന്ന് അത് എഴുതിയിട്ടുണ്ട്. ഒരു നോട്ടീസ് ഒരു വാക്കാ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രിയാണ് ഈ അറിയുന്നത് ഇമാര്. 2 ഷിഫ്റ്റ്, രാവിലെ ഒരു ഷിഫ്റ്റ്, വൈകിട്ട് ഒരു ഷിഫ്റ്റ്, 9 മണിക്കൂർ. അത് 9 to 6:30, 7:30 to 4:30 അങ്ങനെയാണ് ഷിഫ്റ്റ് വരും. FC ആണ് അത് നടത്തുന്നതാണ് എൻഡെക്സ് എന്ന് പറഞ്ഞത്. ഇവരാണ് ഇതിൻ്റെ നോക്കുന്നത്. അല്ല ആമസോണിന് നേരിട്ടൊരു ഇടപെടലില്ല. ആമസോണിൻ്റെ പേര് മാത്രമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആമസോണിൻ്റെ പേര് നമുക്ക് ഇപ്പം ഒരു നമ്മളെ മിക്കവരും വന്ന 6 മാസത്തെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോകാനായിട്ടാണ് വന്നേക്കുന്നത്. ആമസോണിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ആമസോണിൻ്റെ ആണ് പറഞ്ഞത്. അതെൻ്റെ ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു എൻഡെക്സ് ആണ് നടത്തുന്നത്, ആമസോണിൻ്റെ അതേ പവറാണ്. നമുക്കിപ്പോൾ ഇവിടുന്ന് ആമസോൺ ആണ്. ആമസോണിൻ്റെ ഒരു ഏജൻസി പോലെ, ഏജൻസി അല്ല, അവർ നടത്തുന്നു, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് അവർക്ക്. ഇവരാണ് FC ആണ് കേരളത്തിലെ ഫസ്റ്റ് FC ഇവരാണ്. ഞങ്ങളിവിടെ വെണ്ടക്കോട്ടി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ലേബർ ഓഫീസ് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ട് അവരുടെ ഒരു ഇത് വന്നിട്ടില്ല. ഒരു
ഇല്ല. 20 മിനിറ്റ്. അതായത് നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ക്യൂ ഇങ്ങനെ നിൽക്കുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് നിൽക്കും, നമ്മളിങ്ങനെ നോക്കി നിൽക്കും, ഒരാൾ ഏക്കുന്നേ നോക്കിക്കൊണ്ട്. അവരെ ഏക്കാതെ നമുക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല. ഇരുന്നിട്ട് ചോണ്ടുമ്പോഴത്തേനും പകുതി ആകുമ്പോഴത്തേനും സമയം പോകുക. എന്നിട്ട് ഇവർ പറയും കയറി പെട്ടെന്ന് കയറാൻ പറയും. പിന്നെ നമുക്ക് ചായ കുടിക്കാനും വരുന്നത് 10-15 മിനിറ്റാണ്. അതിലിങ്ങനെ തിരക്കാണ് മൊത്തം. ആദ്യം ഇപ്പോൾ ഏത് ഷിഫ്റ്റ് പോകുന്നോ അവരാണ് ഫസ്റ്റ് പോയിരിക്കുക. നമ്മൾ പിന്നെ അടുത്ത ഇതിൽ നിൽക്കണം. സമയം ഇവിടെ ഒരു ബ്രേക്ക് ടൈം പോലും കറക്റ്റ് കിട്ടുന്നില്ല. എന്നിട്ട് ഇവരിപ്പോൾ ഒരു 9:30ക്കാണ് ഷിഫ്റ്റ് പോയത്. പട്ടിയെപ്പാട് പണി എടുത്തിട്ട് കാശും തരില്ല, ഒന്നും തരില്ല. അതാണ് അമ്മയുടെ പരിപാടി. ഒരു അനുഭവമില്ല, ഒരു കാര്യമില്ല. അന്വേഷിക്കാന്ന് പറഞ്ഞ് വന്നിട്ടില്ല. ഇല്ല. അതായത് ഇതിന് മുമ്പ് കുറേ പേര് വിട്ടു. അവരെല്ലാം ലേബർ ഓഫീസ് കംപ്ലയിൻറ്റ് കൊടുത്താൽ അവിടെ ഒന്നും നടക്കുന്നില്ല കണ്ടിട്ടാണ് ഇപ്പം നമ്മൾ വണ്ടി തടയാനായിട്ട് നിന്നത്. അപ്പോഴാണ് ഇവരെല്ലാം ഒന്ന് ഇറങ്ങി വരുന്നത്. ഇതിപ്പോൾ വണ്ടി വരാത്തതുകൊണ്ട് ഇവർക്ക് ലോഡ് കയറ്റി വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇത്രയും ആൾക്കാരെ കയറ്റാന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ മിണ്ടായിരുന്നിട്ട് ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. ഇത്ര നാൾ കുറേ പേര് പോയിട്ട് ഇപ്പോൾ 200 ഇതിൻ്റെ ഒരു 500 പേരെ പോയിട്ടുണ്ട്. ഇല്ല, നമുക്കെന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് എഴുതി തരണം. ഇത് ഈ എമൗണ്ട് ഇത്ര ഈ ഡേറ്റിൽ തരാം, ഒരു എമൗണ്ട് തരണം. ഈ മാസം തന്നെ 31-ന് മുമ്പ് തരുവാണ് അത്ര നല്ലത്. കാരണം നമുക്ക് പിന്നെ ഇവിടുന്ന് പോയേക്കാം, നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല. നമുക്ക് ഈ എമൗണ്ട് പണിയെടുത്തതിൻ്റെ എമൗണ്ട് കിട്ടണം. ഇത് എന്നെ 15-ന് കിട്ടാം, 15-ാം തീയതി. 15-ാം തീയതി എന്നോട് പറഞ്ഞു 2 ദിവസം വെയിറ്റ് ചെയ്യും, നിൻ്റെ ID ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് ഞാനിവിടെ റെൻറ്റ് കൊടുത്താൽ നിൽക്കുന്നത്. ഇത് ഫുഡിൻ്റെ പൈസ പോകുന്നു, റെൻറ്റിൻ്റെ പൈസ പോകുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. ഇവർ ഇന്ന് വിളിക്കുന്നത്, നാളെ വിളിക്കുന്നത്. എന്നിട്ട് ഇന്നലെയാണ് എൻ്റെ കൂടെ ഉള്ളതാണ് ഇവരൊക്കെ. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോഴത്തേനും ഇവന്മാരും ടെർമിനേറ്റ്. 30 വെണ്ടർ സൈഡിൽ 35 പേര്, വേറൊരു വെണ്ടറിന് 25 പേരാവുക ഒറ്റയടി. ഇവന്മാർ എന്നിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് വന്നില്ലെങ്കിൽ ഇവന്മാർ നാളെയും 10, 30, 60 എന്ന് പറഞ്ഞ് പുറത്താക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരാൾ പോലും സംസാരിക്കാൻ ഒന്നിനും വന്നിട്ടില്ല ഇവിടെ. ഇവർ പറഞ്ഞത് നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ലീഗലായിട്ട് വന്നവർ തന്നെ പൊക്കൂ, ഒരു പ്രശ്നമില്ലെന്നാണ് ഇവർ പറഞ്ഞത്. ഇവർക്ക് ഇത് ഒരു പേടി പോലും ഇവർക്കില്ല നമ്മളിങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് 1-2 പേരൊക്കെയാണ് ഓക്കെ. 10-30 പേര് വേണമെങ്കിൽ ഇവർക്ക് അതിനുള്ള ഇതുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ, ഇവർ ഇത്രയും പിള്ളേരെ നല്ലപോലെ പറ്റിക്കാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലേബർ ഓഫീസിലേക്ക് ഇത്ര ആൾക്കാരെ ഒരുമിച്ചാണ് ചെല്ലണം. ഞങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തന്നെയാണ്. ഇപ്പൊ ഇവര് 7 മണിക്ക് അടുത്ത ലേബർ ഓഫീസ് അവിടെ ചെന്ന് പറയാ, പരാതി പറയാ. ഞങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഇവിടുന്ന് ആരും ഇവരുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ വെണ്ടർ സൈഡിൽ നാളെ കയറ്റുന്നതാണ് ഇവരുടെ ധൈര്യം. ഇവർ കമ്പനി നേരിട്ട് നമുക്കൊരു ഓഫർ ലെറ്റർ തരുന്നില്ല. ഇവരിവിടെ ആരും അങ്ങനെ കയറ്റിയിട്ടില്ല, എല്ലാം വെണ്ടർ വരെയാണ് കയറ്റിയേക്കുന്നത്. അതുകൊണ്ട് ഏജൻസി വെണ്ടർ അവർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത്. അപ്പോൾ ഇവരെല്ലാം അവരുടെ തലക്കിടുകയാണ്. ഇവരിപ്പം പുറത്താക്കിയിട്ട് പറയും നിങ്ങൾ വെണ്ടറിനോട് ചോദിച്ചോളാണ് പറയുന്നത്. അപ്പോൾ വെണ്ടറിനോട് ചോദിക്കും